7 ചക്രങ്ങളെപ്പറ്റിയും അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതിനെ പറ്റിയും വിശദമാക്കുന്ന വീഡിയോ സീരീസിൻ്റെ 2ാം ഭാഗമാണിത്. എന്താണ് സ്വാധിഷ്ഠാന ചക്രം എന്നും അത് എപ്രകാരം നമ്മിൽ സ്വാധീനം ചെലുത്തുന്നു എന്നും വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെ അനാവരണം ചെയ്യുന്ന വിഷയമാണിത്. ഈ ഊർജ കേന്ദ്രത്തിൻ്റെ ബാലൻസ് നമ്മെ വലിയ ഉയർച്ചയിലേക്ക് നയിച്ചേക്കും. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ സ്ഥാനം നമ്മുടെ നട്ടെല്ലിൻ്റെ താഴെ ലിംഗത്തിനും പൊക്കിളിനും ഇടയിൽ ആകുന്നു. ഇതിൻ്റെ നിറം ഓറഞ്ചും ബീജമന്ത്രം വം എന്നുമാണ്. ജലം മൂലകമായിട്ടുള്ള ഇതിൻ്റെ ചിഹ്നം 6 ഇതളുള്ള താമരയും ദേവത ബ്രഹ്മ സരസ്വതിയുമാവുന്നു. ഈ ഊർജകേന്ദ്രം പ്രധാനമായും സ്വാധീനം ചെലുത്തുന്നത് ലൈംഗികത, വികാരങ്ങൾ, സർഗാത്മകത എന്നീ തലങ്ങളെയാണ്. സ്വാധിഷ്ഠാന ചക്രം ഇംബാലൻസ് ആയാൽ അത് വ്യക്തിയെ വലിയ ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഭയം, വിഷാദം, ലൈംഗികപരമായ പലതരം പ്രശ്നങ്ങളും രോഗങ്ങളും ഇത് കാരണമുണ്ടാകാം. കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന പലതരം കോംപ്ലക്സുകൾ, സ്വഭാവ വൈകല്യങ്ങൾ, ആത്മവിശ്വാസക്കുറവ് എല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാവാം. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ വൈകാരിക തലങ്ങളെ ദുർബലമാക്കുന്ന കർമ്മങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നല്ല ഒരു സെക്സ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടണം. രക്ഷിതാക്കളും അധ്യാപകരും ഇതിൽ മുൻകൈയെടുക്കുക. പ്രഗത്ഭ മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പഠനം പറയുന്നത് ചെറിയ പ്രായത്തിലുണ്ടാകുന്ന തെറ്റായ വിവരങ്ങളും അടിച്ചമർത്തലുകളും കുട്ടികളിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നു. പലതരം വൈകൃത വ്യക്തിത്വങ്ങളിലേക്കും സാമൂഹിക പ്രശ്നങ്ങളിലേക്കും അത് നയിച്ചേക്കാം. ഈ ഒരു ചക്രത്തിൻ്റെ കൃത്യമായ ബാലൻസിംഗ് വ്യക്തികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിരവധിയാണ്. ഇത്തരം വ്യക്തികൾ സദാ ആത്മവിശ്വാസം പുലർത്തുന്നവരും ക്രിയേറ്റീവും ആയിരിക്കും. ജീവിതത്തോട് വളരെ പോസിറ്റീവ് മനോഭാവം പുലർത്തുന്നവരും ദൈവിക വിശ്വാസമുള്ളവരും ആയിരിക്കും. സൃഷ്ടിപരമായ ഊർജം വഹിക്കുന്ന ചക്രം ആയതിനാൽ ആത്മീയ തലത്തിൽ ഈ ഊർജത്തെ ബാലൻസ് ചെയ്യുന്ന വ്യക്തികൾ അപാര ശക്തിവിശേഷങ്ങൾ ഉള്ളവരായിരിക്കും. ആയതിനാൽ ഇവർ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. സ്വാധിഷ്ഠാന ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ചില ടിപ്സുകൾ ഇവിടെ നിർദ്ദേശിക്കാം. ഹഠയോഗത്തിൽ ഭുജംഗാസനം, ശലഭാസനം എന്നിവ നിർദ്ദേശിക്കുന്നു. ജലം മൂലകമായതിനാൽ ജലവുമായുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കുക. അതിനായി ധാരാളം വെള്ളം കുടിക്കുക. നദീതീരത്തോ കടൽത്തീരത്തോ സമയം ചിലവിടുക. ഓറഞ്ച്, പപ്പായ, നാളികേരം, മത്തങ്ങ, മാമ്പഴം, കറുവപ്പട്ട, എള്ള് മുതലായവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതിനായി ഒരു ധ്യാന രീതി കൂടി പരിശീലിക്കാം. ശാന്തമായ ഒരിടത്ത് സുഖാസനത്തിൽ ഇരിക്കുക. കണ്ണുകൾ അടച്ച് തൻ്റെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് തിരിക്കുക. മൂക്കിലൂടെ സാവധാനം ശ്വാസം അകത്തേക്ക് എടുത്ത് ഘട്ടം ഘട്ടമായി പുറത്തേക്ക് വിടുക. അകത്തേക്കെടുത്ത വായു നട്ടെല്ലിൻ്റെ താഴെ സ്വാധിഷ്ഠാന ചക്രത്തെ സ്പർശിക്കുന്നതായും അവിടെ ഓറഞ്ച് നിറത്തിലുള്ള ഒരു പത്മം വിരിയുന്നതായും അറിയുക. അതിശക്തമായ ആ പ്രഭാവലയം തൻ്റെ സുഷുമ്നാ നാഡി വഴി ഉയർന്നു പൊങ്ങുന്നതും ശരീരമാസകലം ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുന്നതും അറിയുക. ഈ ഒരു മെഡിറ്റേഷൻ അതിരാവിലെ 10-15 മിനിറ്റ് ചെയ്യുന്നത് ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകും. ഇത് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കും ആനന്ദത്തിലേക്കുമുള്ള പാതയാണ്. ഈ തരത്തിൽ നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ വെളിച്ചം പകരുന്ന വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും ഒരുമിക്കാം. വിജ്ഞാനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങളിലെത്തിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക.